ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മുടെ KCBI ഇലക്ട്രിക്കൽ ബൈ ട്രാൻസ്ഫറിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 378/2025 ആണ്. അപ്പോൾ 21 വേക്കൻസി ആണ് അറ്റ് പ്രസന്റ് അവിടെ നിലവിലുള്ളത്. അതായത് നിങ്ങൾക്ക് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ സർവീസ് ക്വാട്ട, അതായത് 10% ഇൻ സർവീസ് ക്വാട്ടയിൽ ആണ് ഉള്ളത്. അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് ഇതിൽ അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് എന്താ ബിടെക് അല്ലെങ്കിൽ ബിടെക്കിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഡിക്ലെയർഡ് പ്രൊബേഷൻ ഓർ ബി ആൻ അപ്രൂവ്ഡ് പ്രൊബേഷണർ ഇൻ KCB ലിമിറ്റഡ് ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് എന്ന് വന്നിട്ടുള്ളത് നവംബർ മാസം 19 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഡിക്ലെയർഡ് പ്രൊബേഷൻ ഓർ ബി ആൻ അപ്രൂവ്ഡ് പ്രൊബേഷൻ ഇൻ KCB ലിമിറ്റഡ് ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഓക്കെ, ബിടെക് ആണ്. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ AICT. അതാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോ 34/2023 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 16 ഒഴിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിലേക്ക് 80 പേർക്ക് അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആവാന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ. 80 പേർക്കും അവിടെ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് വന്നിട്ട് 40.33 മാർക്കാണ് അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഈ 80 പേരും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 80 പേർക്കും എന്താ അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തിരിക്കുന്നത്, അതിൽ കൂടുതൽ വേക്കൻസീസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് PSC പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇപ്പൊ പുറത്തിറക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോ ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.